ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ ഇന്ന് S4 മെക്കാനിക്കലിൻ്റെ കോർ പേപ്പറായിട്ടുള്ള തെർമോഡൈനാമിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതായത് 2003 വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് മൊഡ്യൂൾ 1 നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ പോകണം. സോ മൊഡ്യൂൾ 1 സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു തെർമോഡൈനാമിക്സ് ആണ്. അവിടുന്ന് കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയില്ല. മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് വ്യൂ പോയിന്റ്സ്, എന്താണ് മൈക്രോസ്കോപ്പിക് അപ്രോച്ച്, അതുപോലെ തന്നെ എന്താണ് മാക്രോസ്കോപ്പിക് അപ്രോച്ച് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിന്യൂം കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് സാധാരണ രീതിയിൽ എല്ലാ വർഷവും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ തെർമോഡൈനാമിക് സിസ്റ്റം ആൻഡ് കൺട്രോൾ വോളിയം, എന്താണ് തെർമോഡൈനാമിക് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്, എന്താണ് ബൗണ്ടറി, എന്താണ് ടൈപ്സ് ഓഫ് സിസ്റ്റം, എന്താണ് യൂണിവേഴ്സ്, ഇതൊക്കെ ആ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സിസ്റ്റം, സറൗണ്ടിങ്, ബൗണ്ടറി, യൂണിവേഴ്സ്, ഇതൊക്കെ എന്താണെന്നുള്ള ഡെഫിനേഷൻസ് 3 മാർക്കിനും അതുപോലെ തന്നെ എസ്സേയിൽ പാർട്ടും ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം തുടങ്ങിയ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെയാണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്, ഇങ്ങനെ ഇതിൻ്റെ കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ദെൻ എന്താണ് പ്രോസസ്, എന്താണ് സൈക്കിൾ, എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു വേർഡ് വരെ നമുക്ക് വിടാനില്ല. ദെൻ അതുപോലെ തന്നെ സ്റ്റേറ്റ് എന്താണ്, സ്റ്റേറ്റ് എന്താണ്, അതുപോലെ തന്നെ പോയിന്റ് ആൻഡ് പാത്ത് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, അതുപോലെ തന്നെ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ, റെഫറൻസ് പോയിന്റ്സ്, ടെമ്പറേച്ചർ സ്കെയിൽസ്, ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. സോ സിലബസ് കംപ്ലീറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒന്നും നമുക്ക് ഇതിൽ ഒഴിവാക്കാനില്ല, എല്ലാ ഭാഗങ്ങളും പഠിച്ചിട്ട് പോകണം. കാരണം പ്രിസൈസ് ആയിട്ടാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് തന്നിരിക്കുന്നത്. ഓക്കെ, നൗ നമ്മൾ 2003 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 3 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് നമുക്ക് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് 3 കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ എ സിസ്റ്റം ടു ബി ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. എന്താണ്, ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ആണ് എന്ന് പറയുന്നതിന് ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗീവ് ദി ഡെഫിനിഷൻ ആൻഡ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടേം തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഗീവ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി വിത്ത് എക്സാക്ട്ലി 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. പ്രോപ്പർട്ടീനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അതെങ്ങനെയാണെന്ന് എഴുതാൻ പറഞ്ഞേക്കുവാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരു എക്സാമ്പിളും എഴുതണം എന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം, ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണെന്ന് അറിയാമോ? 1, അത് തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. 2, അത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. 3, അത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഓക്കെ, ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയണമെങ്കിൽ അത് 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. 1 തെർമൽ ഇക്വിലിബ്രിയം, 2 മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, 3 കെമിക്കൽ ഇക്വിലിബ്രിയം. ഇനി എന്താണ് ഈ 3 ഇക്വിലിബ്രിയം എന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞാൽ മതി. എന്താണ് തെർമൽ ഇക്വിലിബ്രിയം? ടെമ്പറേച്ചർ ഷുഡ് ബി സെയിം ത്രൂ ഔട്ട് ദി സിസ്റ്റം. അതായത് നമ്മൾ എടുക്കുന്ന സിസ്റ്റം, അതായത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഏരിയ, സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഏരിയനാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കണ്ടെയ്നറിൻ്റെ അകത്തുള്ള ഗ്യാസ് അതൊരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലാസ്കിൻ്റെ അകത്തുള്ള ചായ ഇതൊരു സിസ്റ്റമാണ്. നമ്മൾ എവിടെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. എനിത്തിങ് അതർ ദാൻ സിസ്റ്റം, അതാണ് എന്ത്, സറൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ +2 പഠിക്കുന്നതാണ് അതൊക്കെ അല്ലേ. നൗ സിസ്റ്റം
തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? ആ സിസ്റ്റത്തിലെ എല്ലാ പോയിന്റിലെയും ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെങ്കിൽ ആ സിസ്റ്റത്തിലെ എല്ലാ പോയിന്റിലെയും ടെമ്പറേച്ചർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്താണ്? മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയണമെങ്കിൽ അതിന് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം കൂടി ഉണ്ടാവണം. എന്താണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ആ സിസ്റ്റത്തിലുള്ള അൺബാലൻസ്ഡ് ഫോഴ്സസ് ഉണ്ടാവാൻ പാടില്ല. ആ സിസ്റ്റത്തിൽ അൺബാലൻസ്ഡ് ഫോഴ്സസ് ഉണ്ടാവാൻ പാടില്ല. ഫോഴ്സ് ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ, ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറൊരു ഫോഴ്സ് ഉണ്ടാവണം. ഓക്കെ, അൺബാലൻസ്ഡ് ഫോഴ്സ് 0 ആയിരിക്കണം. അൺബാലൻസ്ഡ് ഫോഴ്സ് 0 ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ അകത്തുള്ള ടോട്ടൽ ഫോഴ്സ് 0 ആണെന്നല്ല അർത്ഥം. ഫോഴ്സ് ഒക്കെ അതിൻ്റെ അകത്തുണ്ടാവും, പക്ഷെ എന്താണ്? എല്ലാ ഫോഴ്സും ബാലൻസ്ഡ് ആണ്. ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. സോ ആ സിസ്റ്റത്തിൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാകാൻ പാടില്ല. അതാണ് എന്ത്? മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണ്? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നോ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് മാസ് ട്രാൻസ്ഫർ. ആ സിസ്റ്റത്തിന്റെ അകത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. സോ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണ്, അതുപോലെ തന്നെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണ്. ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് പറയാൻ പറ്റും. ഓക്കെ, സോ വാട്ട് ആർ ദി കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ എ സിസ്റ്റം ടു ബി ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം? ദി സിസ്റ്റം മസ്റ്റ് പോസസ് 3 ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. എന്താണ്? തെർമൽ ഇക്വിലിബ്രിയം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, സോ ഇതാണ് എന്ത്? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ 3 പോയിന്റുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗീവ് ദി ഡെഫിനിഷൻ ആൻഡ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടേം തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം. എന്താണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി? എന്താണെന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഗീവ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി വിത്ത് എക്സാക്ട്ലി 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. പ്രോപ്പർട്ടിയുടെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് കൂടി പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് പ്രോപ്പർട്ടി? തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. അതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്കി. എന്താണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി? എനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ് പ്രോപ്പർട്ടി. എനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ് എ പ്രോപ്പർട്ടി. ഒരു സിസ്റ്റത്തിന്റെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ, അതിനെ നമുക്ക് പ്രോപ്പർട്ടി എന്ന് പറയാം. ഇനി എക്സാമ്പിൾസ് എന്ന് പറയുകയാണെങ്കിൽ സം ഫെമിലിയർ പ്രോപ്പർട്ടീസ് ആർ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, മാസ്. ഇതൊക്കെ എന്താണ്? പ്രോപ്പർട്ടീസ് ആണ്. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, മാസ്, ഇതൊക്കെ എന്താണ്? പ്രോപ്പർട്ടീസ് ആണ്. സോ പ്രോപ്പർട്ടി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? എനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സിസ്റ്റം. ഇത്രയും പറഞ്ഞാൽ മതി. എനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ് പ്രോപ്പർട്ടി. സിമ്പിൾ ആയിട്ട് ഇത്ര ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്കറിയാം പ്രോപ്പർട്ടീസ് 2 തരമുണ്ട്. അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നമുക്ക് 2 ആയിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? ഒന്ന് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്, 2 എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്? ഇന്റൻസീവ് ആ പേരിൽ നിന്നാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്, നിങ്ങൾ ഓർത്തിരുന്നോളണം. ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് ഓർത്തിരുന്നോളണം. ഇൻഡിപെൻഡന്റ്, അങ്ങനെ ഇത് ഓർത്തിരിക്കാം. ഇൻഡിപെൻഡന്റ് ഓഫ് വാട്ട്? ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസിന് ഇൻഡിപെൻഡന്റ് ആണ്. മാസിന് ഇൻഡിപെൻഡന്റ് ആണ്, അതായത് മാസിന് എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എന്ത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ എന്താ നോക്കാം. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് ദാറ്റ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദി സിസ്റ്റം. വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം.
ഒരു സിസ്റ്റത്തിന്റെ മാസിന് എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഡെൻസിറ്റി. ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഡെൻസിറ്റി. ഈ ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിൽ ഒരു 1 കിലോഗ്രാം വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഏകദേശം 1 ലിറ്റർ വരും. അതുപോലെ തന്നെ ഒരു 10 കിലോഗ്രാം വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. 1 കിലോഗ്രാം വാട്ടർ ആൻഡ് 10 കിലോഗ്രാം വാട്ടർ. ഓക്കെ, ഇതിന് ഞാൻ രണ്ടിനെ ഹീറ്റ് ചെയ്യാണ്. ഓക്കെ, ഹീറ്റ് ചെയ്ത് രണ്ടിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിയെന്ന് വിചാരിക്കാം. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് രണ്ടിനെ എത്തിച്ചു. ഓക്കെ, ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താണ്, ഇതിന് അല്പം കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരും. ഇത് പെട്ടെന്ന് ഹീറ്റ് ആവില്ല. കാരണം എന്താ, ഇവിടെ എന്താണ്, കൂടുതൽ കണ്ടന്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്. സോ രണ്ടിനെ ഞാനൊരു 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് രണ്ടിനെ എത്തിച്ചു. ഓക്കെ, രണ്ടിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആണ്, 70 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ ടെമ്പറേച്ചർ രണ്ടിൻ്റെ എന്താണ്, സെയിം ആണ് ഈ അവസ്ഥയിൽ, അല്ലേ? ഇനി പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പെട്ടെന്ന് വിചാരിക്കും പ്രഷർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. പ്രഷർ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും. കാരണം എന്താണ്, മാസ് കൂടിയ വസ്തുക്കൾ അത് ഇരിക്കുന്ന പ്രതലത്തിൽ സർഫസിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ കൂടുതലായിരിക്കും. സോ ആ ഒരു കോൺസെപ്റ്റിൽ പ്രഷർ നമ്മളൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു വിചാരിക്കും. ബട്ട് ആക്ച്വലി അല്ല. പ്രഷർ നമ്മൾ എന്താ ഡിഫൈൻ ചെയ്യുന്നത്, അതായത് ഒരു കണ്ടെയ്നർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ കണ്ടെയ്നറിൽ എന്തെങ്കിലും ഗ്യാസോ ലിക്വിഡോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ഇതിൻ്റെ അകത്ത് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ വാട്ടറിൻ്റെ മോളിക്യൂൾസ് ഈ കണ്ടെയ്നറിൻ്റെ യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, മോളിക്യൂൾസ് യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് പ്രഷർ. സോ 1 കിലോഗ്രാം വാട്ടർ എടുത്താലും 10 കിലോഗ്രാം വാട്ടർ എടുത്താലും ഇതിൻ്റെ മോളിക്യൂൾസ് ഈ പറയുന്ന കണ്ടെയ്നറിൻ്റെ വാളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ വാല്യൂ, എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, അത് 1 കിലോഗ്രാം ആണെങ്കിലും 10 കിലോഗ്രാം ആണെങ്കിലും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രഷർ എന്താണ്, ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, മാറിപ്പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി എന്ത് ചെയ്യില്ല, മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് ഈ 1 കിലോഗ്രാം വാട്ടറിൻ്റെയും ഈ 10 കിലോഗ്രാം വാട്ടറിൻ്റെയും ഡെൻസിറ്റി എത്രയായിരിക്കും, അറൗണ്ട് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്ത്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി, നമ്മൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ദെൻ അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചേക്കുവാണ്. രണ്ടെണ്ണം ഉണ്ട്. അതൊക്കെയാണ്, ഒന്ന് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിളും പറയാൻ പറഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യനിൽ 1 എക്സാമ്പിൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 3 എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു. സോ ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി. പ്രഷർ ഓർത്തിരുന്നോളണം, അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി അല്ല, അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് ഹൂസ് വാല്യൂസ് ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓർ എക്സ്റ്റെൻറ്റ് ഓഫ് ദി സിസ്റ്റം. എന്താണ് ആ സിസ്റ്റത്തിന്റെ സൈസ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ മാസ്. ഓക്കെ, ഒന്നല്ലെങ്കിൽ മാസ് എന്ന് പറയാം, അല്ലെങ്കിൽ സൈസ് എന്ന് പറയാം. ഒരു സിസ്റ്റത്തിന്റെ സൈസിനെ അല്ലെങ്കിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോട്ടൽ മാസ്, അതായത് ഒരു സിസ്റ്റത്തിന്റെ മാസ് ഇറ്റ് സെൽഫ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. അതായത് മാസ് എന്താണ്, ഒരു പ്രോപ്പർട്ടിയാണ്. എന്ത് പ്രോപ്പർട്ടിയാണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. കാരണം എന്താണ്, മാസ് എന്ത് ചെയ്യുന്നുണ്ട്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മാസ് ഇറ്റ് സെൽഫ് എ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ടോട്ടൽ വോളിയം, മാസ് കൂടിക്കഴിഞ്ഞാൽ വോളിയം കൂടും അല്ലേ, സോ അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. മൊമെന്റം, ഇതൊക്കെ എന്താണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. എന്താണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്. ഓക്കെ, നൗ
ഫസ്റ്റ് മൊഡ്യൂളിലെ പാർട്ട് ബിയിലേക്ക് നമ്മൾ പോവാണ്. പാർട്ട് ബി. സോ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 11ാമത്തെ ക്വസ്റ്റ്യൻ, അതിന് 2 പാർട്ട് ഉണ്ട്, പാർട്ട് എ, പാർട്ട് ബി. വാട്ട് ആർ മീൻ ബൈ തെർമോമെട്രിക് പ്രോപ്പർട്ടി? തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് എ തെർമോമെട്രിക് സബ്സ്റ്റൻസ്. തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്താണ്, അതുപോലെ തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്താണ്? എൻലിസ്റ്റ് any 4 types of thermometers with the thermometric substance and thermometric property used in them. എന്താണ്? ഏതെങ്കിലും 4 തെർമോമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ എന്തൊക്കെ പറയണം? അതിലുപയോഗിക്കുന്ന തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്താണെന്ന് പറയണം, തെർമോമെട്രിക് പ്രോപ്പർട്ടി ഏതാണ് യൂസ് ചെയ്യുന്നതെന്നും പറയണം. അതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. എ പാർട്ടാണ്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Then B part എന്താണ്? Explain the working of constant volume gas thermometer. Constant volume gas thermometerന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണ്. So, explain how a constant volume gas thermometer can be used to measure correct value of steam point. എങ്ങനെയാണ് സ്റ്റീം പോയിന്റ് ഇത് വെച്ചിട്ട് മെഷർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം, ആൻസറിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് തെർമോമെട്രിക് പ്രോപ്പർട്ടി ആൻഡ് എക്സ്പ്ലെയിൻ enlist any 4 thermometers with their thermometric substance and thermometric property. സോ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഇതാണ്, വായിച്ചു നോക്കുക. എന്താണ്? എ സ്യൂട്ടബിൾ തെർമോ ഡൈനാമിക് പ്രോപ്പർട്ടി. തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തെർമോ ഡൈനാമിക് പ്രോപ്പർട്ടിയാണ് ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ്. എന്താണ്? ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് എന്ത്? തെർമോമെട്രിക് പ്രോപ്പർട്ടി. അതായത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ പ്രോപ്പർട്ടി മാറുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് എന്ത്? തെർമോമെട്രിക് പ്രോപ്പർട്ടി. ഓക്കെ, തെർമോമെട്രിക് പ്രോപ്പർട്ടി. ഇനി എന്താണ് തെർമോമെട്രിക് സബ്സ്റ്റൻസ്? തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്താണ്? തെർമോമെട്രിക് സബ്സ്റ്റൻസ് എ സ്യൂട്ടബിൾ സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ തെർമോമീറ്റർ whose property change can be related with the change in temperature. അതായത് നമ്മൾ ഏത് സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടി ആണോ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ സബ്സ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് എന്ത്? തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എ സ്യൂട്ടബിൾ സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ തെർമോമീറ്റർ ഹൂസ് പ്രോപ്പർട്ടി ചേഞ്ച് ക്യാൻ ബി റിലേറ്റഡ് വിത്ത് ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ആ സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആയിരിക്കും എന്ത്? ടെമ്പറേച്ചർ ചേഞ്ച് ആയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അതാണ് എന്ത്? തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഡെഫിനേഷൻ കാണാൻ പഠിച്ചോളണം, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്താണ്? തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്താണ്? ഓക്കെ, നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും 4 തെർമോമീറ്റർ, അതിൻ്റെ തെർമോമെട്രിക് സബ്സ്റ്റൻസ് ഏതാണ്, അതുപോലെ തന്നെ അതിലെ തെർമോമെട്രിക് പ്രോപ്പർട്ടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. സോ തെർമോമീറ്റർ പറയുകയാണെങ്കിൽ മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്റർ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് തെർമോമീറ്റർ. ഓരോ ടൈപ്പ് തെർമോമീറ്റർ ആണ് പറയുന്നത്. മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്റർ, അതായത് ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അതിൻ്റെ അകത്ത് മെർക്കുറി ഉണ്ട്, ആ ടൈപ്പ് തെർമോമീറ്റർ. സോ ഇവിടുത്തെ തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? മെർക്കുറിയാണ്. മെർക്കുറിയുടെ പ്രോപ്പർട്ടി ചേഞ്ച് ആണ് ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇതെന്താണ്? മെർക്കുറിയാണ് ഇവിടുത്തെ തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്താണ്? ലെങ്ത് ഓഫ് മെർക്കുറി കോളം ആണ്. ലെങ്ത് ഓഫ് മെർക്കുറി കോളം, അതായത് മെർക്കുറിയുടെ കോളം, അതായത് മെർക്കുറിയുടെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അതിനാണ് കോളം എന്ന് പറയുന്നത്. സോ അതിന്റെ ലെങ്ത്, അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഗ്ലാസ് ട്യൂബിന്റെ അകത്തുള്ള മെർക്കുറിയുടെ ഹൈറ്റ് എന്ത് ചെയ്യും? കൂടുകയും കുറയും ചെയ്യും. സോ ആ ലെങ്ത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ തെർമോമെട്രിക് പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ലെങ്ത് ആണ് ടെമ്പറേച്ചറിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് എന്ത്? ഒന്നാമത്തെ ടൈപ്പ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് തെർമോമീറ്റർ ആണ് എന്ത്? കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ. കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ. ഇവിടുത്തെ തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഗ്യാസ് ആയിരിക്കും, ഒരു പർട്ടിക്കുലർ ഗ്യാസ്. ഓക്കെ, കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിന്റെ
തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്യാസ് ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്താണ്? കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് ആണ്. അതായത് ആ തെർമോമീറ്ററിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസിന്റെ വോളിയം ചേഞ്ച് ചെയ്യില്ല. വോളിയം ചേഞ്ച് ചെയ്യാതെ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ മെഷർ ചെയ്യും. ഇനി ഇവിടുത്തെ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? പ്രഷറാണ്. ഇവിടുത്തെ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രഷറാണ്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിന്റെ വർക്കിംഗ് പഠിക്കും. സോ കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിന്റെ പ്രത്യേകത എന്താണ്? വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും, പ്രഷർ ആയിരിക്കും വേരി ചെയ്യുന്നത്. എന്തിനനുസരിച്ച്? ടെമ്പറേച്ചറിനനുസരിച്ച്. ഓക്കെ. സോ ഇവിടുത്തെ തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഗ്യാസ് ആയിരിക്കും. ഓക്കെ. നൗ നമ്മുടെ അടുത്ത തെർമോമീറ്റർ ആണെന്ത്? കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ. കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ. സോ ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഗ്യാസിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടുത്തെ തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, ഏതെങ്കിലും ഒരു ഗ്യാസ്. ഇവിടുത്തെ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളിയം ആയിരിക്കും. മീൻസ് ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? വോളിയം വേരി ചെയ്യും. ഓക്കെ. സോ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വോളിയം ആയിരിക്കും. ഗ്യാസിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്യാസ് ആയിരിക്കും. ഈ ടേബിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മിക്ക എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്താണെന്ത്? റെസിസ്റ്റൻസ് തെർമോമീറ്റർ. നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ തെർമോമീറ്റർ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. റെസിസ്റ്റൻസ് തെർമോമീറ്ററിലെ തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്ലാറ്റിനം റെസിസ്റ്റൻസ് വയർ ആയിരിക്കും. ഇതല്ലാതെ വേറെ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് സാധാരണ യൂസ് ചെയ്യുന്നത്? പ്ലാറ്റിനം റെസിസ്റ്റൻസ് വയറാണ്. അതായത് പ്ലാറ്റിനം കൊണ്ടുണ്ടാക്കിയ ഒരു വയർ. ഓക്കെ. അതാണ് എന്ത്? റെസിസ്റ്റൻസ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദി പ്ലാറ്റിനം വയർ. എന്താണ്? ഈ പ്ലാറ്റിനം വയറിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇതിന്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യും. എന്തിനനുസരിച്ച്? ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച്. സോ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യും. അതുകൊണ്ട് തന്നെ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പ്ലാറ്റിനം റെസിസ്റ്റൻസ് വയറാണ്. എവിടെ? ഇൻ കേസ് ഓഫ് റെസിസ്റ്റൻസ് തെർമോമീറ്റർ. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന 4 തെർമോമീറ്റർ, അതിന്റെ തെർമോമെട്രിക് സബ്സ്റ്റൻസ് ഏതാണ്, അതിന്റെ തെർമോമെട്രിക് പ്രോപ്പർട്ടി ഏതാണ്, ഇത്തരം കാര്യങ്ങളാണ് പറയാൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് തെർമോകപ്പിൾ. 5ാമത് ഓർമ്മ കൂടി പറയുകയാണ് തെർമോകപ്പിൾ. തെർമോകപ്പിളില് തെർമോമെട്രിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് തെർമോകപ്പിൾ വയറാണ്. അതായത് നമുക്ക് ഒരു വയർ ഉണ്ടാവും, ആ വയറാണ് തെർമോകപ്പിൾ വയർ. ആ വയറാണ് തെർമോമെട്രിക് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തെർമൽ EMF ആണ്. തെർമൽ EMF. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് നമ്മുടെ തെർമോമീറ്റർ ഏതൊക്കെയാണ്, അതിൻ്റെ തെർമോമെട്രിക് സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്, തെർമോമെട്രിക് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ. സോ ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിന്റെ വർക്കിംഗ് എങ്ങനെയാണ് കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൽ ഗ്യാസിന്റെ വോളിയം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടുത്തെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ഏതായിരിക്കും? തെർമോമെട്രിക് പ്രോപ്പർട്ടി ഏതായിരിക്കും? തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രഷർ ആയിരിക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രഷർ. ഓക്കെ, ഈ ശ്രദ്ധിക്കുക. ഇതാണ് ഒരു കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇനീഷ്യലി എന്തായിരിക്കും? നമ്മുടെ ഇവിടെ ഒരു യൂട്യൂബ് മാനോമീറ്റർ ഉണ്ട് ഇവിടെ കേട്ടോ. ഒരു യൂട്യൂബ് മാനോമീറ്റർ, അതിന് 2 കോളം ഉണ്ട്. 2 കോളത്തിൽ എന്താണ്? മെർക്കുറി ആണുള്ളത്. മെർക്കുറി. ഓക്കെ. സോ ഇനീഷ്യലി രണ്ടിൻ്റെയും ഹൈറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, പ്രഷർ ഒന്നും ഇല്ലാത്തപ്പോൾ. ഇനി സപ്പോസ് നമ്മൾ ഒരു ബാത്ത്, അതായത് ഒരു ലിക്വിഡിൽ ഈ യൂട്യൂബ് മാനോമീറ്ററിന്റെ ഈ അറ്റം നമ്മൾ മുക്കി വെക്കാന്ന് വിചാരിക്കാം. ഓക്കെ. സോ ഈ യൂട്യൂബ് മാനോമീറ്ററിന്റെ ഒരു അറ്റത്ത് ഒരു ഗ്ലാസ് ബൾബ് ഉണ്ടാകും. ആ ബൾബിന്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഗ്യാസ് ഉണ്ടാകും. നമ്മൾ ഏത് ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത് ആ ഗ്യാസ് ഉണ്ടാകും. ഓക്കെ.
സോ ആ ഗ്യാസ് ഇരിക്കുന്ന ബൾബ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാത്ത് അല്ലെങ്കിൽ ഒരു ബീക്കറിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ മുക്കി വെക്കുകയാണ്. സോ എന്തായിരിക്കും ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ ഹയർ ആയിരിക്കും അല്ലേ. സോ ഇനി മുക്കി വെക്കുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനേക്കാൾ വേരി ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആയിരിക്കും. സോ നമ്മൾ ഇതിൽ മുക്കി വെക്കുമ്പോൾ, അതായത് ഈ ബാത്തിൽ മുക്കി വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബൾബിൻ്റെ അകത്തുള്ള ഗ്യാസിൻ്റെ പ്രഷർ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. പ്രഷർ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പ്രഷർ എന്ത് ചെയ്യും, കൂടും. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പ്രഷർ എന്ത് ചെയ്യും, കുറയും. ഓക്കെ. സോ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഈ ഗ്യാസ്, ഇവിടെ മൊത്തം ഗ്യാസാണ് അല്ലേ, ഈ ഗ്യാസ് ഈ മെർക്കുറിയുടെ ഈ സർഫസിൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. മെർക്കുറിയുടെ സർഫസിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ ഈ ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, മെർക്കുറി അല്പം താഴേക്ക് ലിഫ്റ്റ് ചെയ്യും അല്ലേ. ഈ ലെവലിൽ ഉണ്ടായിരുന്ന മെർക്കുറി അല്പം താഴത്തേക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വോളിയം ചേഞ്ച് ആവും, ശരിയല്ലേ. അതായത് ഇതിൻ്റെ അകത്ത് മൊത്തം ഗ്യാസ് ആണ് ഇരിക്കുന്നത്. ഓക്കെ. ഈ ഗ്യാസ് ആണ് ഇതിൻ്റെ അകത്തേക്ക് ഈ മെർക്കുറിയുടെ ഈ സർഫസിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. സോ പ്രഷർ എക്സേർട്ട് ചെയ്തിട്ട് ഈ മെർക്കുറി താഴത്തേക്ക് ലിഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ഗ്യാസിന്റെ വോളിയം ചേഞ്ച് ചെയ്യും. പക്ഷെ ഇതെന്താണ്, കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ ആണ്. സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ റൈറ്റ് ലിംബ് എന്ത് ചെയ്യും, നമ്മൾ മൂവ് ചെയ്യും. മുകളിലേക്കോ താഴേക്കോ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യും. എന്തിനാണ്, ഇവിടുത്തെ പ്രഷർ ബാലൻസ് ആവാൻ വേണ്ടി. സപ്പോസ് ഇവിടെ എക്സസ് പ്രഷർ എക്സേർട്ട് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊരു റബ്ബറിന്റെ ഫ്ലെക്സിബിൾ ഹോസ് ആണ് കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റൈറ്റ് ലിംബ് മുകളിലേക്ക് അപ്പ് ചെയ്യുന്നു. ഇവിടെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, മുകളിലേക്ക് പൊക്കും. മുകളിലേക്ക് പൊക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ റൈറ്റ് സൈഡിലുള്ള ഹൈറ്റ് കൂടി അല്ലേ. സോ റൈറ്റ് സൈഡിൽ ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ത് ചെയ്യും, കൂടും, ശരിയല്ലേ. കാരണം ഇത്രയും ഹൈറ്റിലുള്ള മെർക്കുറിയുടെ പ്രഷർ ഈ സർഫസിൽ ആക്ട് ചെയ്യും, ഇവിടുത്തെ ആ സെപ്പറേറ്റിംഗ് സർഫസിൽ ആക്ട് ചെയ്യും. സോ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള പ്രഷറും കൂടും. ഓക്കെ. സോ നമ്മളൊരു ഹോട്ടായിട്ടുള്ള ഒരു ബീക്കറിൽ അല്ലെങ്കിൽ ഒരു ബാത്തിലാണ് നമ്മുടെ ഗ്യാസ് ബൾബ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ കൂടും. സോ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഹൈറ്റ് ഒന്ന് ഉയർത്തി കൊടുക്കും. സോ അടിയിൽ നിന്ന് മുകളിലേക്കുള്ള പ്രഷറും കൂടും. നമ്മൾ എന്ത് ചെയ്യും, ഇത് ഈ സെയിം ലെവലിൽ തന്നെ നിർത്തും. ഓക്കെ. സോ ഇതിൻ്റെ അകത്തുള്ള ഗ്യാസിന്റെ വോളിയം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. വോളിയം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, ശരിയല്ലേ. വോളിയം മാറൂല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ലെവൽ ഡിഫറൻസ് മെഷർ ചെയ്യും. നമ്മൾ റൈറ്റ് സൈഡ് അല്പം മുകളിലേക്ക് പൊക്കി വെച്ചു അല്ലേ. എന്നിട്ട് ഈ രണ്ട് ലിംബിലെയും ലെവൽ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. മെഷർ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പ്രഷർ കണ്ടുപിടിക്കും. പ്രഷർ. ഓക്കെ. ഈ പ്രഷറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കും. അതെങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. ഓക്കെ. ഇനി ശ്രദ്ധിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ തെർമോമീറ്റർ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണം. എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും വെച്ചിട്ട് എന്ത് ചെയ്യും, ഒന്ന് കാലിബ്രേറ്റ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ബൾബിന് നമ്മളൊരു ഐസ് വാട്ടർ ബാത്തും ഒരു സ്റ്റീം വാട്ടർ ബാത്തും കൊടുക്കും. അതായത് ഫസ്റ്റ് തന്നെ ഈ ബൾബിൽ നമ്മൾ എന്ത് ചെയ്യും, ഐസ് വാട്ടറിൽ ഈ ബൾബ് എന്ത് ചെയ്യും, മുക്കി വയ്ക്കും. അതായത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ബൾബ് മുക്കി വയ്ക്കും. ഫസ്റ്റ് 0 ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ. സോ എന്ത് സംഭവിക്കും, കറസ്പോണ്ടിങ് ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രഷർ ഇതിൻ്റെ അകത്തുള്ള ഗ്യാസിനുണ്ടാകും. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ഇവിടെ എക്സേർട്ട് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ റൈറ്റ് സൈഡിലെ ലിംബ് ഒന്ന് പൊക്കി കൊടുക്കും. ഇവിടെ ഈ സെയിം ലെവലിൽ തന്നെ ഈ സർഫസ് നിൽക്കുന്ന രീതിയിൽ. സോ ബാലൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എന്ത് ചെയ്യും, ഈ ലെവൽ ഡിഫറൻസിൽ നിന്ന് മെഷർ ചെയ്യും. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടും, 0 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യും. അതായത് അതിൻ്റെ y ആക്സിൽ പ്രഷറും x ആക്സിൽ ടെമ്പറേച്ചർ കൊടുക്കും. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, ഐസ് വാട്ടറിൽ നമ്മുടെ ഗ്യാസ് ബൾബ് മുക്കി വെച്ചേക്കാണ്. സോ ഐസ് വാട്ടറിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നമ്മൾ എന്ത് ചെയ്യും, ആ ലെവൽ ഡിഫറൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്തെടുക്കും. സോ എന്നിട്ട് ആ പ്രഷർ എന്ത് ചെയ്യും, നമ്മൾ ഈ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യും. ഓക്കെ. സിമിലർലി നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സ്റ്റീം ബാത്ത് ചെയ്യും. എന്ന് വെച്ചാൽ എന്താ, 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിൽ എന്ത് ചെയ്യും, ഇതിനെ മുക്കി വെക്കും. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ബൾബ് മുക്കി വെക്കും. ഓക്കെ. സോ എന്ത് സംഭവിക്കും, ഈ
ബീക്കറിലിരിക്കുന്ന ഈ ഗ്യാസിന്റെ എന്ത് ചെയ്യും, പ്രഷർ കൂടും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, പ്രഷർ കൂടും. കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിലുള്ള തെർമോമെട്രിക് പ്രോപ്പർട്ടി ഏതാണ്, പ്രഷറാണ്. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഈ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന്റെ വാല്യൂ കൂടും. സോ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് സൈഡ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് അടിയിൽ നിന്ന് മുകളിലേക്കുള്ള പ്രഷർ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ നമ്മളിത് ബാലൻസ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യും, മുകളിലേക്ക് പൊക്കി കൊടുക്കും. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ ഡിഫറൻസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ലെവൽ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും, പ്രഷർ കണ്ടെത്തും. എങ്ങനെയാണ്, പ്രഷർ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു ρgh ആണ്. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രഷർ കണ്ടുപിടിക്കും. ഓക്കെ, നൗ ആ പ്രഷർ നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്രാഫിലേക്ക് നോട്ട് ചെയ്യും. എങ്ങനെയാണ്, 100 ഡിഗ്രി സെൽഷ്യസ് 100 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫിലേക്ക് നോട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൈൻ വരയ്ക്കും, ഒരു ലൈൻ. ഓക്കെ, ഇനി നമുക്ക് ഏത് പ്രഷർ കിട്ടിയാലും കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ഇപ്പോൾ നമ്മുടെ ഒരു ആർബിട്രറി ടെമ്പറേച്ചറിലുള്ള, അറിയാൻ പാടില്ലാത്തൊരു ടെമ്പറേച്ചറിലുള്ള ഒരു ബീക്കർ ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു അറിയാൻ പാടില്ലാത്ത ടെമ്പറേച്ചറിൽ നമ്മൾ ഈ ഗ്യാസ് ബൾബ് എക്സ്പോസ് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിക്കാം. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ കൂടെ ആക്ട് ചെയ്യും. നമ്മൾ റൈറ്റ് സൈഡ് ഓഫ് ദി ലിംബ് നമ്മൾ അപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യും. ഈ ലെവല് 0 ആക്കി നിർത്തും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ലെവൽ ഡിഫറൻസ് എന്ത് ചെയ്യും, മെഷർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പ്രഷർ എത്രയാന്ന് നോക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രഷർ കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ആ പ്രഷർ ഈ ഗ്രാഫിൽ എവിടെയാണെന്ന് പ്ലോട്ട് ചെയ്യും. സപ്പോസ് ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രഷർ എന്ന് വിചാരിക്കുക. സോ ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ എടുക്കും. സപ്പോസ് ഇതൊരു 60 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൽ നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഗ്രാഫും വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടും. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂം ഇൻ തെർമോഡൈനാമിക്സ്. എന്താണ് ഈ കണ്ടിന്യൂം കോൺസെപ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഹൗ വിൽ യു ഡിഫൈൻ ദി ഡെൻസിറ്റി ആസ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി യൂസിങ് ദിസ് കോൺസെപ്റ്റ്. എങ്ങനെയാണ് നിങ്ങൾ കണ്ടിന്യൂം കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഡെൻസിറ്റി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് കണ്ടിന്യൂം കോൺസെപ്റ്റ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം എല്ലാ സബ്സ്റ്റൻസും എന്താണ്, ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലേ, ആറ്റങ്ങൾ കൊണ്ട്. സോ മൈക്രോസ്കോപ്പിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ധാരാളം ആറ്റങ്ങൾ ഉണ്ടാവും, അല്ലേ. അത് ഓരോ ഡയറക്ഷനിലായിരിക്കും ഓറിയന്റ് ചെയ്തേക്കണം, അല്ലേ. ഇങ്ങനെ പല ഡയറക്ഷനിലുള്ള ആറ്റങ്ങൾ ഉണ്ടാവും. സോ ഒരു കൂട്ടം ആറ്റങ്ങൾ ഒരു ഡയറക്ഷനിലായിരിക്കും, പിന്നെ വേറെ ഡയറക്ഷനിലായിരിക്കും, പിന്നെ വേറെ ഡയറക്ഷൻ. ദെൻ ഇതിനിടയിലൊക്കെ ഓരോ ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടാവും, ഗ്രെയിൻ ബൗണ്ടറീസ്. അതുപോലെ ഇതിൻ്റെ ഇടയിൽ എന്താ, കുറേ വോയിഡ് സ്പേസസ് ഉണ്ടാവും. സോ എങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഇരിക്കുന്നത്, ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഈ രീതിയിലാണ് ഇരിക്കുന്നത്, അല്ലേ. പക്ഷേ കണ്ടിന്യൂം കോൺസെപ്റ്റ് പറയുന്നത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മാറ്റർ അത് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഓരോ ആറ്റോമിക് പാർട്ടിക്കിൾസ്, അതിൻ്റെ ഇടയിലെ കുറേ ഗ്രെയിൻ ബൗണ്ടറീസ് എന്നുള്ള രീതിയിലല്ല. കണ്ടിന്യൂം കോൺസെപ്റ്റിൽ നമ്മൾ ഒരു മാറ്ററിനെ കൺസിഡർ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് മാറ്റർ ആയിട്ടാണ്. അതായത് അതിൻ്റെ ഇടയിൽ വോയിഡ് ഗ്യാപ്പില്ല, ആറ്റങ്ങളില്ല, ഡെൻസിറ്റി വേരിയേഷൻ ഇല്ല, എല്ലായിടത്തും ഒരേ പ്രോപ്പർട്ടിയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എന്ത്, കണ്ടിന്യൂം കോൺസെപ്റ്റ്. തെർമോഡൈനാമിക്സിൽ നമ്മൾ മാറ്ററിനെ ഈ രീതിയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് എല്ലായിടത്തും ഒരേ പ്രോപ്പർട്ടി, എല്ലായിടത്തും ഒരേ മാറ്റർ, ഗ്യാപ്പില്ല, ആറ്റംസ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടില്ല, ഗ്രെയിൻ ബൗണ്ടറീസ് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു മാറ്ററിനെ കൺസിഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിന്യൂം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂം കോൺസെപ്റ്റ്, കണ്ടിന്യൂം ഐഡിയലൈസേഷൻ അലൗസ് അസ്, ഇതൊരു ഐഡിയൽ കോൺസെപ്റ്റ് ആണ് കേട്ടോ. ആക്ച്വലി ഇതല്ല, ഇത് ഐഡിയലൈസേഷൻ ആണ്. ഇറ്റ് അലൗസ് അസ് ടു ട്രീറ്റ് ദി പ്രോപ്പർട്ടീസ് ആസ് പോയിന്റ് ഫങ്ഷൻസ്. എന്താണ്, പ്രോപ്പർട്ടീസിന് നമുക്ക് പോയിന്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അതായത് ഓരോ പോയിന്റിലും നമുക്ക് പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഈ രീതിയിൽ എടുക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടീസിനെ പോയിന്റ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഓരോ പോയിന്റിലും പ്രോപ്പർട്ടി വേരി ചെയ്യും, അല്ലേ. ഈ ആറ്റം ഇരിക്കുന്ന ഭാഗത്തുള്ള പ്രോപ്പർട്ടി ആയിരിക്കില്ല
വോയിഡ് സ്പേസിലുള്ള പ്രോപ്പർട്ടി, ഗ്രെയിൻ ബൗണ്ടറിയിലുള്ള പ്രോപ്പർട്ടി വേറെ ആയിരിക്കും. ഇവിടെ ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ് വേറെ രീതിയിലായതുകൊണ്ട് ഇവിടുത്തെ ഡെൻസിറ്റിക്ക് വേറെ രീതിയിലായിരിക്കും. സോ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടീസിനെ ഓരോ പോയിന്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ സബ്സ്റ്റൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടീസിനെ പോയിന്റ് ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ടു അസ്യൂം പ്രോപ്പർട്ടീസ് വേരി കണ്ടിന്യൂലി ഇൻ സ്പേസ് വിത്ത് നോ ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റീസ്. പ്രോപ്പർട്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യും, പ്രത്യേകിച്ച് ഒരു പെട്ടെന്നുള്ള വേരിയേഷൻ ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ നമുക്ക് ആറ്റങ്ങളുള്ള സ്ഥലമാണെങ്കിൽ അവിടുത്തെ പ്രോപ്പർട്ടി ഒന്നായിരിക്കും. ദെൻ ഒരു വോയിഡ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി വേറെ ആയിരിക്കും അല്ലേ? ഈ ഗ്രെയിൻ ബൗണ്ടറി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി പെട്ടെന്ന് ജമ്പ് ആവും, അതായത് വേറൊരു വാല്യൂയിലേക്ക് മാറും. സോ കണ്ടിന്യൂ കോൺസെപ്റ്റിൽ അങ്ങനെ ഒരു ജമ്പ് ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പോയിന്റ് നമുക്ക് പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് എന്ത് കണ്ടിന്യൂ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ഒരു കോൺസെപ്റ്റ് ആണ്. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഈ രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബി പാർട്ടാണ്, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. A temperature scale of a certain thermometer is given by the relation T is equal to A into ln P plus B. എന്താണ് ടെമ്പറേച്ചർ സ്കെയിൽ ഓഫ് എ certain thermometer? അതിന് നമ്മൾ T is equal to A into ln P plus B എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്തേക്കുവാണ്. Where A and B are constants with A and B are constants and P is the thermometric property. If at the ice point and steam point the thermometric properties are found to be 1.5 and 7.5. അതായത് ഐസ് പോയിന്റിലെയും സ്റ്റീം പോയിന്റിലെയും തെർമോമെട്രിക് പ്രോപ്പർട്ടി തന്നേക്കാണ് 1.5 and 7.5. വാട്ട് വിൽ ബി ദി ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു ദി തെർമോമെട്രിക് പ്രോപ്പർട്ടി 3.5 ഓൺ സെൽഷ്യസ് സ്കെയിൽ. 3.5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു തെർമോമീറ്ററിന്റെ ടെമ്പറേച്ചർ സ്കെയിൽ റിലേഷൻ തന്നേക്കുവാണ്. അതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് A ഇൻറ്റു ln P പ്ലസ് ബി. A ഇൻറ്റു ln P പ്ലസ് ബി. ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇവിടെ എയും ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റുകളാണ്. അതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ. പി എന്ന് പറയുന്നത് എന്താണ്? ഒരു തെർമോമെട്രിക് പ്രോപ്പർട്ടിയാ. അതെന്താ നമുക്കറിയില്ല. ഒന്നിൽ പ്രഷർ ആവാം, അല്ലെങ്കിൽ വോളി ആവാം, അല്ലെങ്കിൽ എന്തിലൊക്കെ ആവാം. അപ്പോൾ നമുക്ക് പി എന്ന് ഇൻഡിക്കേഷൻ തന്നതുകൊണ്ട് അത് പ്രഷർ ആവണമെന്ന് നിർബന്ധമില്ല. ക്വസ്റ്റ്യനിൽ അത് പ്രഷർ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമില്ല. സോ പി എന്ന് പറയുന്ന ഒരു തെർമോമെട്രിക് പ്രോപ്പർട്ടിയാണ്. തെർമോമെട്രിക് പ്രോപ്പർട്ടി. ഓക്കെ, നൗ നമുക്ക് 2 പോയിന്റുകൾ ഏതൊക്കെയാ? ഐസ് പോയിന്റ് അതുപോലെ തന്നെ സ്റ്റീം പോയിന്റ്. ഈ 2 പോയിന്റിലെ തെർമോമെട്രിക് പ്രോപ്പർട്ടിയുടെ വാല്യൂ തന്നേക്കുവാണ്. എത്രയാണ്? 1.5 ആൻഡ് 7.5. ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 0 ഡിഗ്രി സെൽഷ്യസ്. സോ 0 ഡിഗ്രി സെൽഷ്യസിലെയും അതുപോലെ തന്നെ സ്റ്റീം പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ഈ 2 പോയിന്റിലെയും തെർമോമെട്രിക് പ്രോപ്പർട്ടീസിന്റെ വാല്യൂസ് വന്നേക്കുവാണ് 1.5 ആൻഡ് 7.5. അതായത് ഈ പിയുടെ വാല്യൂ വന്നിരിക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ പിയുടെ വാല്യൂ 1.5 ആണ്, 100 ഡിഗ്രി സെൽഷ്യസിൽ പിയുടെ വാല്യൂ 7.5 ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദി ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു ദി തെർമോമെട്രിക് പ്രോപ്പർട്ടി 3.5. 3.5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ കോൺസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഈ തന്നിരിക്കുന്ന 2 റിലേഷൻസ് വെച്ചിട്ട്. ഓക്കെ, സോ 0 ഡിഗ്രി സെൽഷ്യസിൽ 1.5 ആണ്, 100 ഡിഗ്രി സെൽഷ്യസിൽ 7.5 ആണ്. ഈ 2 റിലേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? സോ T is equal to A into ln P plus B ആണ്. ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ തെർമോമെട്രിക് പ്രോപ്പർട്ടിയുടെ വാല്യൂ 1.5 ആണ്. സോ A into ln 1.5 plus B equals number 1. Okay. Then 100 degree Celsius ആകുമ്പോൾ 100 equal to A into
ലോൺ 100 ഡിഗ്രി സെൽഷ്യസിൽ തെർമോമെട്രിക് പ്രോപ്പർട്ടി 7.5 ആണ്. ലോൺ 7.5 പ്ലസ് ബി. 2 ഇക്വേഷൻ അല്ലേ? സോ 2 ഇക്വേഷൻ ഉണ്ട്, 2 അൺനോൺ ഉണ്ട്. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. സോ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 62.1335 എന്നും ബിയുടെ വാല്യൂ -25.1930 എന്നും കിട്ടും. ബി ഈക്വൽ ടു -25.1930. ഓക്കെ, സോ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 3.5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള തെർമോമെട്രിക് പ്രോപ്പർട്ടി, ടെമ്പറേച്ചർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? ടി ഈക്വൽ ടു എയുടെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം എ ഇൻറ്റു ലോൺ പി പ്ലസ് ബി ആണ് അല്ലേ? എയുടെ വാല്യൂ എത്രയാണ്? 62.1335 ആണ്. ലോൺ പിയുടെ വാല്യൂ എത്രയാ? 3.5 ആണ്. 3.5 പ്ലസ് ബിയുടെ വാല്യൂ എത്രയാ? -25.1930. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 52.6456 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. 52.6456 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. നമുക്ക് അറിയാമെങ്കിൽ, സ്റ്റെപ്സ് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ 8 മാർക്കിന്റെ പ്രോബ്ലം ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് മൊഡ്യൂൾ 1 നിന്ന് 2023 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 2 വീഡിയോയുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.